ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 9 മണിവരെ 10.82% പോളിംഗ് രേഖപ്പെടുത്തി. പോളിംഗിൽ മുന്നിൽ പശ്ചിമ ബംഗാളും പിന്നിൽ ഒഡീഷയുമാണ്. ബംഗാളിൽ 16.54%, ഒഡീഷയിൽ 7.43%മാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. ഡൽഹിയിലെ 7 മണ്ഡലങ്ങൾ ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങളിലെ 58 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതോടൊപ്പം ഒഡീഷയിലെ 42 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പും നടക്കുന്നു. ഡൽഹിക്ക് പുറമെ ബീഹാർ 8, ഹരിയാന 10, ഝാർഖണ്ഡ് 4, ഒഡീഷ 6, ഉത്തർപ്രദേശ് 14, പശ്ചിമ ബംഗാൾ 8, ജമ്മു കശ്മീർ 1 എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ലോക്സഭയിലേക്ക് 889 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 1.14 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളിലായി 11.13 കോടി വോട്ടർമാരാണ് വിധിയെഴുതുക. 5.84 കോടി പുരുഷ വോട്ടർമാരും 5.29 കോടി സ്ത്രീ വോട്ടർമാരും പോളിംഗ് ബൂത്തിലെത്തും. ഒഡീഷയിലെ സാംബാൽപൂരിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, ഹരിയാനയിലെ കർണാലിൽ മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ, നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ മനോജ് തിവാരി, ന്യൂഡൽഹിയിൽ ബൻസൂരി സ്വരാജ് എന്നിവരാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്ന ബിജെപിയുടെ പ്രധാന സ്ഥാനാർത്ഥികൾ. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ കനയ്യകുമാർ, ഹരിയാനയിലെ സിർസയിൽ കുമാരി സൽജ, റോത്തക്കിൽ ദീപേന്ദർ സിംഗ് ഹുഡ, ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ JP അഗർവാൾ എന്നിവരാണ് കോൺഗ്രസിൻ്റെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. ഡൽഹിയിൽ നിന്ന് AAPയുടെ മുതിർന്ന നേതാവ് സോമനാഥ് ഭാരതിയും ജനവിധി തേടുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽ മോചനത്തോടെ പ്രചാരണം ചൂടുപിടിച്ച ഡൽഹിയാണ് പ്രധാന ശ്രദ്ധാകേന്ദ്രം. ഈ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പോടുകൂടി 486 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 5 ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ 428 മണ്ഡലങ്ങളിലായി 66.39% പേർ വോട്ട് രേഖപ്പെടുത്തി. 2019 ഇത് 68%. 2024 പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ടായി. ബൂത്തിലെത്തിയവരുടെ കൃത്യമായ എണ്ണം സമയബന്ധിതമായി പുറത്തുവിടാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് പ്രതിഷേധത്തിനിടയാക്കി. ജൂൺ 1 അവസാന ഘട്ടമായ 7ാം ഘട്ട വോട്ടെടുപ്പ്. ജൂൺ 4 ജനവിധിയുടെ ഫലമറിയാം. 6ാം ഘട്ടത്തിൽ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്കയുടെ മക്കളായ മിരായ വദ്ര, റെയ്ഹാൻ വദ്ര എന്നിവരും വോട്ട് രേഖപ്പെടുത്തി. Waytonikah.com, the exclusive Muslim matrimonial site.